നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിലെ മിക്ക മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെപ്പോലും പൂർണ്ണമായി നിയോഗിക്കാനായിട്ടില്ല. മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻ സ്ഥാനമൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. UDF-ലെ ക്ഷണിതാവായ PV അൻവറിനെ KTDC ചെയർമാനാക്കാൻ നീക്കമെന്നാണ് വാർത്ത. ഈ വാർത്ത പുറത്തുവിടുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതിനെ ശക്തിയുക്തം എതിർക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി അടക്കമുള്ളവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ അൻവറിനെതിരെ ഒരു സൈബർ പ്രചരണം ആരംഭിക്കുന്നു. കാരണം ആയിട്ട് അവർ പറയുന്നത് കോൺഗ്രസ് നേതാവായ മനോജ് സാഹിതി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. കോഴിക്കോട് ജില്ലയിൽ വീശിയ UDF കൊടുങ്കാറ്റ് ബേപ്പൂരിൽ എത്തിയില്ലെങ്കിൽ അതിന് കാരണക്കാരൻ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഒറ്റപ്പാലത്തെ PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം ഇതുപോലെ തന്നെ സമാനമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും CPM വിട്ടു വന്നവരെയും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെയും സ്ഥാനാർത്ഥിയാക്കിയിരുന്നല്ലോ. അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പിന്നെന്താ കുഴപ്പമെന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഇവർ പറയുന്നത് CPM വിട്ടു വന്നവരുടെ വ്യക്തിശുദ്ധിയുടെ 1000 കാതം അകലത്തിൽ നിർത്താൻ കഴിയുന്ന ആളല്ല അൻവർ എന്നാണ്. ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് അൻവറിനെ അങ്ങനെ പിടിക്കുന്നില്ല എന്ന് ചുരുക്കം. വീണ്ടും കുറിപ്പ് പറയുന്നു, BJP വിട്ടുവന്ന സന്ദീപ് പറയുന്നത്ര വ്യക്തതയുടെ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പറയുന്നവർ കോൺഗ്രസിൽ തന്നെ കുറവാണെന്ന്. ഇവരുമായി താരതമ്യത്തിന് പോലും അർഹതയില്ലാത്ത ആളാണെന്ന് അൻവറിന് വീണ്ടും അവർ കുത്തി മുറിവേൽപ്പിക്കുന്നു. അടിമുടി ദുരൂഹത നിറഞ്ഞ വ്യക്തിത്വമാണ് അൻവറിൻ്റേത്. സുതാര്യതയില്ലാത്ത നിഗൂഢമായ ബിസിനസ്സുകൾ, മാനം മര്യാദയ്ക്ക് വർത്തം പറയാതെ ജുഗുപ്സാവഹമായ ശൈലി. അങ്ങനെ അപകടത്തിൽപ്പെടാൻ പോകുന്നൊരു LDF എന്ന വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയ ഒരു യാത്രക്കാരനായിട്ടാണ് അവർ അൻവറിനെ കണ്ടിരിക്കുന്നത്. അതിനപ്പുറം വിശേഷണമൊന്നും നൽകേണ്ട കാര്യമില്ലെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു. 10 കൊല്ലം തെരുവിൽ സമരം ചെയ്ത യുവാക്കളുണ്ട്. വർഷത്തിൽ 60-70 ദിവസങ്ങൾ ജയിൽവാസം അനുഭവിച്ച കോൺഗ്രസ് യുവാക്കളുണ്ട്. പോലീസിൻ്റെയും CPM അക്രമി സംഘത്തിൻ്റെയും ഒക്കെ കൊടിയ മർദ്ദനങ്ങളേറ്റ യുവാക്കളുണ്ട്. പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു തന്നെ കാട്ടിയ ഒരു സംഘം കോൺഗ്രസ് നേതാക്കളുണ്ട് ഇവിടെ. അന്നത്തെ പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിയ പോരാട്ടങ്ങളും ഓർമ്മിക്കണം. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും പിണറായിസത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരു തലമുറയുടെ ചതുര വടിവ് വർത്തമാനവും ധിക്കാരവും ധാർഷ്ട്യവും പരമപുച്ഛവും ഇതൊക്കെ കലർന്ന ശരീരഭാഷയാണ് ഇപ്പോൾ PV അൻവറിന്. ഒരു മാറ്റവുമില്ലെന്ന് ഇവർ ശക്തമായി എതിർത്ത് പറയുന്നു. മറ്റ് നിരവധി എണ്ണിയാലൊടുങ്ങാത്ത ഘടകങ്ങളുണ്ട് അൻവർ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരനല്ല, UDF-ന് ചേർന്നതല്ല എന്ന് പറയാനും അവർ പറയുന്നു. ഇവയെല്ലാം ചേരുപടി ചേർന്നപ്പോഴാണ് LDF സെഞ്ചുറി കടന്നത്. പിണറായിസത്തിന് അന്ത്യം കുറിക്കാനെന്ന മട്ടിൽ അൻവറിനെ പുറത്തു ചാടിച്ചത് എന്തെങ്കിലും ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണെന്ന് ആരെങ്കിലും കരുതേണ്ടതില്ലെന്നും വരാനിരിക്കുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ചിലരാണ് അക്കൂട്ടത്തിൽ ഒരു ആളായി മാത്രം അൻവറിനെ കണ്ടാൽ മതിയെന്നുമൊക്കെ കോൺഗ്രസ്സുകാർ രൂക്ഷമായ ആരോപണം ഉന്നയിക്കുന്നു. പിന്നെ എന്തിനാണ് അൻവർ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി മാറുന്നത്? അൻവറിൻ്റെ കച്ചവട താല്പര്യം സംരക്ഷിക്കപ്പെടണം. പരിസ്ഥിതി ലോല പ്രദേശത്തെ അൻവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇത് മാത്രമാണെന്നും അതുമാത്രമാണ് അൻവറിൻ്റെ രാഷ്ട്രീയമെന്നും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നു. അൻവർ ഒരാൾ ശ്രമിച്ചത് കൊണ്ടാണ് UDF സെഞ്ചുറി കടന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മണ്ടന്മാർ പറയുന്ന വാക്കായി മാറും. പണ്ട് പിണറായി വിജയൻ ഫയലിൽ എഴുതിയത് ആണ് ചേർത്ത് പറയാനുള്ളതെന്ന് മനോജ് സാഹിതി പറയുന്നു. അവരുടെ തല പരിശോധിക്കണം. KTDC ചെയർമാൻ പോലുള്ള സ്ഥാനം ടൂറിസം ബിസിനസ് നടത്തുന്ന ഒരു ദുരൂഹ വ്യക്തിക്ക് കൊടുക്കരുത് എന്ന് ശക്തമായി മനോജ് സാഹിതി അടക്കം ആവശ്യപ്പെടുന്നു. ഏതെങ്കിലും ഉറപ്പുള്ള സീറ്റിൽ ഒരു MLA രാജിവെപ്പിച്ച് വേണമെങ്കിൽ അവിടെ അൻവറിനെ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കാം. അതാണ് ഉന്നത സ്ഥാനം കൊടുത്തേ തീരുവെന്ന് UDF-നുള്ളിൽ പിടിക്കുന്നവർ ചെയ്യേണ്ടതെന്നും കോൺഗ്രസ്സുകാർ കളിയാക്കി വിടുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണങ്ങളെ ചെറുക്കുന്ന കോഴിക്കോടും മലബാർ മേഖലയിലെ നിരവധി കോൺഗ്രസ്സുകാരും പ്രവർത്തകരുമുണ്ട്. അവർ തറപ്പിച്ച് പറയുന്നു, അൻവർ എന്ന മുൻ ഇടത് MLA ഉയർത്തിയ പ്രതിരോധമാണ് CPM-നെ ഇത്തവണ കടപുഴക്കി വീഴ്ത്തിയത്. അൻവർ ഒരു പരമ്പരാഗത കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് DCC പ്രസിഡന്റ് ആയിരുന്നത് ചരിത്രമാണ്. കോൺഗ്രസിലെ അവഗണന അൻവറും അബ്ദുറഹ്മാനും പിണറായി ക്യാമ്പിൽ എത്തിയതോടെയാണ് കാരണം അതാണ്. തുടർന്ന് PV അൻവർ പിണറായി പ്രീതിക്കായി നടത്തിയത് ആക്ഷേപകരമായ പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷേ പിണറായി സർക്കാർ RSS മോഡി നിയന്ത്രിത സർക്കാരാണെന്ന് വിളിച്ചു പറയാൻ കഴിഞ്ഞത് അൻവറിനാണ് ആദ്യം. അത് മലബാറിലും കേരളത്തിലൊട്ടാകെയും 2016-ലും 2021-ലും തിരഞ്ഞെടുപ്പുകളിൽ LDF-ന് വോട്ട് ചെയ്ത മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തെ കൂടി CPM മുന്നണിക്കെതിരാക്കാൻ സഹായിച്ചുവെന്ന് ഇപ്പോൾ അൻവറിനെ അനുകൂലിച്ച് പറയുന്ന കോൺഗ്രസ്സുകാരും തർക്കിച്ച് പറയുന്നു.
ഈ ഘടകം UDFിൻ്റെ വൻ വിജയത്തിൻ്റെ ശക്തമായ അടിത്തറകളിൽ ഒന്നാണെന്നും ന്യൂനപക്ഷ അടിത്തറ UDFിൻ്റെ സ്ഥിരം അടിത്തറയാക്കിക്കൊണ്ട് ശക്തിമത്തായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാക്കി തുടർ വിജയങ്ങൾ നേടേണ്ടതുണ്ടെന്ന ലക്ഷ്യവും അങ്ങനെ PV അൻവർ കാണിച്ചു കൊടുത്തെന്ന് ഇവർ പറയുന്നു. അൻവർ ഒരു പ്രധാന ഘടകമാണെന്ന് ഇവർ ആവർത്തിക്കുന്നു. അൻവറിനെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ പരിശോധിക്കട്ടെ, പക്ഷേ പിണറായി കാലത്തെ നിര്യാതന ബുദ്ധിയുള്ള ടീമിനെ ഈ അന്വേഷണത്തിൽ നിന്നും സർക്കാർ മാറ്റണമെന്ന് മാത്രമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പറയുന്നു. മറ്റൊരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നത് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് MVRനെ ഉൾക്കൊണ്ട പാർട്ടിയാണ്, അപ്പോൾ പിന്നെ UDFിന് അൻവറിനെ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പക്ഷേ അൻവർ ഉയർത്തിയ വെല്ലുവിളികളാണ് LDFിനെ ബാധിച്ചതെന്ന് ആരും സംശയിക്കാത്തൊരു വസ്തുതയാണ്. പിണറായി വിജയൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ പുറത്തെത്തിക്കുന്നതിൽ സംസ്ഥാനത്ത് പിണറായി വിജയനെതിരെയുള്ള വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ PV അൻവർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നിഷേധിക്കാനാകാത്ത ഒരു കാര്യമാണെന്നും മറ്റു ചില കോൺഗ്രസ് പ്രവർത്തകർ അൻവറിനെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിച്ച് തന്നെ പറയുന്നുണ്ട്. ബേപ്പൂരിൽ നിന്ന് CPM കോട്ടയിൽ ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചത് 77-ലാണ്. ബാക്കി മുഴുവൻ CPM ജയിച്ച മണ്ഡലം. 2021-ൽ 28,700 പരം വോട്ടിന് റിയാസ് ജയിച്ച സ്ഥലത്ത് ഇത്തവണ വെറും 7,487 വോട്ടാണ് റിയാസിന് ജയിക്കാനായത്. ഇതിൽ നിന്ന് തന്നെ ജയം മാത്രം മെച്ചപ്പെട്ട ഒന്നല്ലെന്ന് ഉറപ്പാണ്. കാന്തപുരവും PDP SDP വിഭാഗം ഉൾപ്പെടെ റിയാസിന് വേണ്ടി ഇറങ്ങിയിട്ട് പോലും ഇതായിരുന്ന അവസ്ഥയെന്ന് അവർ പറയുന്നു. പിന്നെ അൻവർ പറഞ്ഞ പലതും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാവുന്നതായിരുന്നില്ല. എങ്കിലും അൻവറിനെ പഴയ കണ്ണിൽ കാണരുതെന്ന് ചില കോൺഗ്രസ്സുകാർ ഉപദേശിക്കുന്നു. അൻവർ KTDC ചെയർമാൻ ആകുമോ അല്ലയോ എന്നത് തങ്ങൾക്കൊരു വിഷയമല്ലെന്നും, എന്നാൽ അൻവർ എന്ന വ്യക്തിയെ തള്ളിക്കളയേണ്ട കാര്യമില്ലെന്നും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന് വേണ്ട ശിക്ഷ പാർട്ടി നൽകിയെന്നും, ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആരുടൻ ഷൗക്കത്ത് നേടിയ 54,851 വോട്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് അൻവറിന് കൂടിയാണെന്ന് കൂടി അൻവറിനെ അനുകൂലിച്ച് നിൽക്കുന്നത് പറയുന്നു. അൻവർ KTDC ചെയർമാൻ ആകുമോ ഇല്ലയോ എന്നത് ഇനി UDF തീരുമാനിക്കണം. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ വാർത്ത ചോർന്നപ്പോൾ ഇതാ കോൺഗ്രസിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരിൽ ഒരു വിഭാഗം ഇതാ മല പോലെ ഇളകി താഴേക്ക് ഇറങ്ങി വരികയാണ് അൻവറിനെ ആക്രമിച്ച് പിന്തിരിപ്പിക്കാൻ.